ഇന്നത്തെ റെസിപ്പി ഈ മീൻകറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അത്രയും അടിപൊളി ടേസ്റ്റിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറി തന്നെയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ടൊന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെനിക്ക് സപ്പോർട്ടും തരണം, അതേപോലെ ലൈക്ക് തരണം. എന്നാൽ ശരി, ഒട്ടും തന്നെ സമയം കളയാതെ തന്നെ നമ്മൾക്ക് ചപ്പാത്തി, പൊറോട്ട, പത്തിരി എന്തിനു വേണ്ടി കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻ കറി തന്നെയാണ്. എന്നാൽ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് കിച്ചണിലേക്കൊന്ന് പോയി കണ്ടു നോക്കിയാലോ. അതിനു വേണ്ടി ഞാൻ ഒരു തേങ്ങ അരക്കണം. മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങയാണ്, പച്ച തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പച്ചത്തേങ്ങ മിക്സിയിലിട്ടതിന് ശേഷം ഒരു വലിയ മുറി സവാളയും അതിലേക്ക് ഒരു 2 പച്ചമുളകും പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. കഷ്ണം മതി കേട്ടോ, അധികം കൂടി പോകണ്ട. ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ പെരിഞ്ജീരകം ഉണ്ടല്ലോ, ആ പെരിഞ്ജീരകം ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്ത് 1.5 ടേബിൾ സ്പൂണോളം നമ്മളെ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച്, അധികം വെള്ളം ചേർക്കാതെ കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചിട്ട് മാറ്റി വെക്കാം. നല്ലതുപോലെ അരച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾക്കൊരു ചട്ടി വേണം. ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുന്നുണ്ട്. അത് ചൂടായി വരുമ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് നമ്മളെ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറിയ നമ്മളെ ഉള്ളി, അത്ര വലുതല്ല, ഒരു മീഡിയം സൈസ് ഉള്ളി നല്ലത് ചെറിയ കനം കുറച്ചരിഞ്ഞ് അതും ചേർത്ത് നല്ലതുപോലെ വാട്ടിയെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു തക്കാളിയും, പിന്നെ ഒരു വലിയ തക്കാളി തന്നെയാണ്, ഒരു 2 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുക്കാം. നമുക്ക് മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും ചേർത്ത് ഒരു 2-3 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കുക. നമ്മളെ തക്കാളി, ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയാണ്, നമ്മളിതെല്ലാം ഉടഞ്ഞ് വരണം. അതിന് വേണ്ടിയാണ് ഇത് അടച്ച് വെച്ചത്. നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പുളിവെള്ളം, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ആ പുളിവെള്ളവും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മീനിന് കണക്കായ പുളിയാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തേങ്ങ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു കറി തന്നെയാണിത്. നല്ലതുപോലെ തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ എണ്ണയിൽ നല്ലതുപോലെ ഇതൊന്നിങ്ങനെ ഇതേപോലെ നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുക്കണം. എണ്ണയൊക്കെ തെളിയുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആ മിക്സി, നമ്മൾ തേങ്ങ അരച്ച മിക്സിയിൽ തന്നെ നമ്മൾ എത്രത്തോളം നമുക്ക് കറി വേണ്ടത്, ചാറ് വേണോ അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ചധികം തന്നെ ചേർക്കാൻ നോക്കും. വെള്ളം കറി കുറുകുന്നോറും മീനൊക്കെ നല്ലതുപോലെ വെന്ത് വരേണ്ടതാണ്. അപ്പോൾ ഞാൻ അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഞാൻ ഈ കറി ഉണ്ടാക്കുന്ന മീനെന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കൂറുണ്ടല്ലോ, നെയ്മീൻ, ഇതാണ്. ഞാൻ 1/2 കിലോ നെയ്മീൻ എടുത്തിട്ട് അതിൽ നിന്ന് 2-3-4 കഷ്ണം മാറ്റിയിട്ട് ബാക്കിയൊക്കെ ഞാൻ കറി ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മീനൊക്കെ നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഓരോ കഷ്ണങ്ങളായി നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം തന്നെ നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ചെറുങ്ങനെ ഇളക്കി കൊടുക്കുക. അധികം ഇളക്കണ്ട കേട്ടോ, മീൻ പൊടിഞ്ഞു പോവും. നല്ല ഇളക്കിയതിന് ശേഷം നമ്മൾക്കിതൊന്ന് അടച്ച് വെക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇടാൻ മറന്നു പോയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ബാക്കി കറിവേപ്പില നമുക്ക് പിന്നെ ഇടാം. എല്ലാം ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കറി കേട്ടോ. മീൻ കറി ഇഷ്ടപ്പെടാതെ ആരായില്ലതല്ലേ. അപ്പോൾ നല്ലതുപോലെ മീനൊക്കെ തിളച്ച് നമ്മൾ അരച്ച പച്ചമുളകിൻ്റെ അതൊക്കെ നല്ല മണം വരുന്നുണ്ട്. എല്ലാം നല്ലതുപോലെ തിളച്ചതിന് ശേഷം പിന്നെ നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വീണ്ടും നോക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. പുളി ഉപ്പൊക്കെ നോക്കി എല്ലാം കണക്ക് തന്നെയാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റോളം 2-3 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുത്താൽ മതി. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ മീൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് സപ്പോർട്ട് തരണം കേട്ടോ. സപ്പോർട്ടൊക്കെ നല്ലതുപോലെ കുറവാണ്. എല്ലാവരും ഇനിയും ഞാൻ നല്ല മീൻ കറിയുമായിട്ട് തന്നെ, മീൻ കറിയും അതേപോലെ തന്നെ റെസിപ്പിയായിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നമ്മളെ കറിയൊക്കെ സൂപ്പറായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചപ്പോൾ അതിനിങ്ങനെ തിളയൊക്കെ വീണ്ടും ഉണ്ട്. അത്ര ചൂടോട് കൂടിയാണ് ഞാനിത്
നമ്മൾ ചട്ടിയിലൊക്കെ വെച്ചാൽ കുറച്ച് സമയം വരെ ഇതിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും അല്ലേ. അതേപോലെ തന്നെ നമ്മളെ കറിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. എന്നാൽ ശരി, വീണ്ടും കാണാം. അസ്സലാമലൈക്കും. താങ്ക് യു.